നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ കമ്മ്യൂണിറ്റി ടാബ് സംബന്ധമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിരുന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതിൻ്റെ വീഡിയോകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ മറ്റ് പല ചാനലുകളിലെ വീഡിയോകളിലൂടെ അതും കണ്ട് മനസ്സിലാക്കി കാണണം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇനി 500 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് കമ്മ്യൂണിറ്റി ടാബ് ലഭിക്കുമെന്നുള്ള രീതിയിലാണ് അപ്ഡേറ്റ് വന്നിരുന്നത്. അതിനി നമുക്ക് ഒക്ടോബർ 12-ാം തീയതിക്ക് ശേഷമാണ് ലഭിക്കുന്നത്. അപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുള്ള ആർക്കും കമ്മ്യൂണിറ്റി ടാബ് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇനി കമ്മ്യൂണിറ്റി ടാബിൽ എങ്ങനെയാണ് ഒരു പോസ്റ്റോയോ അല്ലെങ്കിൽ പോസ്റ്റോ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ ബാസ്റ്റിൻ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ ഐക്കണിലൊന്ന് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ യുവർ ചാനൽ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് മുകളിൽ കുറേ ഓപ്ഷൻ വന്നിരിക്കുന്നത് കേട്ടോ. ഹോം, വീഡിയോസ്, പ്ലേലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ ഹോം പേജിൽ തന്നെ കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ വാട്ട്സ് ഓൺ മൈൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതിനകത്ത് അവിടെ ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യേണ്ട രീതി ഞാനിവിടെ ഒരു ഉദാഹരണ സഹിതം കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതുകയാണ്. ഇനി അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് മാത്രം ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തതാണ്. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ മറ്റൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അവിടെ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ മൊബൈൽ സിഗ്നലിൻ്റെ പോലൊരു സിഗ്നൽ കാണിക്കുക. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ആൻസർ നമ്മളിവിടെ പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് വളരെ നല്ലതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ എഴുതാൻ പോവാണ്. ഇതുകൊണ്ട് വലിയ കാര്യമില്ല. അത് കഴിഞ്ഞ് നമുക്കത് പോരാതെ വന്നു കഴിഞ്ഞാൽ ആഡ് അനദർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് നമുക്കിവിടെ എഴുതാം. അപ്പോൾ അത് കിട്ടിയത് കൊണ്ട് മാത്രം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഇനിയും ക്വസ്റ്റ്യൻ ചേർക്കാം. ഒരു 4-5 വരെയൊക്കെ നമുക്ക് ചേർക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഞാൻ 3 മാത്രം ഉദാഹരണത്തിന് വേണ്ടി ചേർക്കുകയാണ്. അതിനുശേഷം നമുക്കിവിടെ പോസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് പോസ്റ്റ് ആകും. ഇപ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്യുന്നില്ല, അത് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ്. അപ്പോൾ ഞാനിത് ഇവിടെ പോസ്റ്റ് ചെയ്യാതെ അതൊന്ന് ക്യാൻസൽ ചെയ്യുകയാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഡിസ്കാർഡ് ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു ഫോട്ടോ കൃത്യമായിട്ടുള്ള റേഷ്യോയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ പിക്സൽ ലാബ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇമേജ് സൈസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സ്ക്വയർ എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കളറൊന്ന് മാറ്റണം. അതിന് താഴെയുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം കളറിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ യെല്ലോ കളറൊന്ന് എടുക്കുകയാണ്. അതിനുശേഷം ഈ ടിക്ക് ബട്ടണിലൊന്ന് ഞാൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഈ മുകളിലുള്ള പ്ലസ് ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ ഫ്രം ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ഫോട്ടോ ഞാനിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനുശേഷം നമുക്ക് സൈസിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് ഇവിടെ എന്തെങ്കിലും ടെക്സ്റ്റുകൾ എഴുതി ചേർക്കണമെങ്കിൽ എഴുതി ചേർക്കാം. ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് കൃത്യമായിട്ട് റേഷ്യയിൽ ഇവിടെ വെച്ചതിന് ശേഷം നമുക്കിത് സേവ് ചെയ്താൽ മതിയാവുന്നതാണ്. അതിനുശേഷം ഞാനിതൊന്ന് ഗാലറിയിലേക്കൊന്ന് സേവ് ചെയ്യുകയാണ്. ഇപ്പോൾ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പോസ്റ്റാണോ ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ നേരത്തെ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റിൻ്റെ ലിങ്ക്, യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഞാൻ കോപ്പി ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഞാനൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഷെയർ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ലിങ്കും കൂടി ഞാൻ കോപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കമ്മ്യൂണിറ്റി ടാബിലേക്ക് നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് എൻ്റെ ചാനലൊന്ന് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത ശേഷം പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ യുവർ ചാനൽ ഓപ്ഷൻ എടുക്കുന്നു.
അതിനുശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഷെഡ്യൂൾഡ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പോസ്റ്റ് ഓൺ അപ്ഡേറ്റ് യുവർ ഫാൻസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നൊരു ഓപ്ഷൻ എഴുതുകയാണ്. ഒരു വീഡിയോ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. നമുക്കതിനെക്കുറിച്ച് അതിനുശേഷം നമുക്കൊരു ആരോ മാർക്ക് ഇവിടെ നമുക്ക് കാണിക്കാം. ഒരു ഇമോജി എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കൈയുടെ താഴെ കാണിക്കുന്ന ഒരു ആരോ മാർക്ക് ഇട്ടതിന് ശേഷം ഞാനിവിടെ ഇതിൻ്റെ താഴെ നമുക്ക് ചെയ്യാനുള്ള അടുത്തായിട്ട് നമുക്ക് ആ നേരത്തെ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. സാധാരണ രീതിയിൽ നമുക്ക് 2-3 ലിങ്ക് വരെ അതേ തന്നെ കൊടുക്കാം. കാരണം അത് ലിങ്ക് ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലെന്ന് ഓർത്തുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നേരെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലേക്ക് വരും. നമ്മുടെ പഴയ വീഡിയോകൾ ഇതുപോലെ തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്, അനക്കമില്ലാതെ കിടക്കുന്ന വീഡിയോകൾ ഇതുപോലെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ വ്യൂസ് കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാവുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ആ ബെല്ലൈക്കൺ ഓൺ ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതുപോലെ ഒരു ഇൻഫോർമേറ്റീവ് വിഷയമായിട്ട് വീണ്ടും കാണാം. തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് ബൈ.